ഈ പരിപാടി കേവല വിനോദത്തിനായി മാത്രം നിർമ്മിക്കപ്പെട്ടതാണ്. ഈ കഥയിൽ ചിത്രീകരിച്ചിരിക്കുന്ന കഥാപാത്രങ്ങൾ, അവരുടെ പേരുകൾ, സ്ഥലങ്ങൾ, സംഭവങ്ങൾ മുതലായവയെല്ലാം സാങ്കല്പിക മാത്രം ആയതിനാൽ ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയ യാതൊന്നുമായി ഇവയ്ക്ക് യാതൊരു ബന്ധവുമില്ല. ഏതെങ്കിലും തരത്തിലുള്ള സാമ്യം തോന്നുന്നുണ്ടെങ്കിൽ അത് തികച്ചും യാദൃശ്ചികം മാത്രം. നീ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ച പുരുഷനല്ലേ രഘു? നീ നീ എന്നോട് ക്ഷമിക്കണം. ഞാൻ നിന്നോട് ഒരു കാര്യം പറയാൻ മറന്നിരുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് പ്രീതി താനും രഘുവീറുമായി കണ്ടുമുട്ടിയതും തന്റെ നെറ്റിയിൽ രഘുവിന്റെ രക്തത്താലുള്ള സിന്ദൂരം വീണതെല്ലാം പ്രാർത്ഥനയോട് പറഞ്ഞു. അത് കേട്ട പ്രാർത്ഥനയ്ക്ക് സന്തോഷമായി. അപ്പോ പ്രീതി, നീ നീ പറഞ്ഞു വരുന്നത് നീ രഘുവിനെ പ്രണയിച്ചിരുന്നുവെന്നാണോ? അന്നേരം പ്രീതി പറഞ്ഞു, അങ്ങനെയല്ല പ്രാർത്ഥന, പക്ഷെ ഞാനൊരു പെണ്ണാണ്, ഒരു നാട്ടിൻ പുറത്തുകാരി പെണ്ണ്. എന്റെ നെറ്റിയിൽ മറ്റൊരുവന്റെ രക്തത്താലുള്ള സിന്ദൂരം വീണപ്പോൾ ആ നിമിഷം എവിടെ നിന്നോ എന്റെ മനസ്സിൽ അയാളാണ് എന്റെ പതിയെന്ന് മന്ത്രിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ നിനക്ക് വിവാഹം ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന പയ്യൻ ആയതുകൊണ്ടാണ് ഞാൻ ഒന്നും നിന്നോട് പറയാതിരുന്നത്. പിന്നെ നമ്മുടെ അമ്മയുടെ സന്തോഷവും അങ്ങനെ തന്നെ നിലനിൽക്കണമെന്ന് ഞാനും ആഗ്രഹിച്ചിരുന്നു. നീ എന്നോട് ക്ഷമിക്കണം പ്രാർത്ഥന. അന്നേരം പ്രാർത്ഥന പറഞ്ഞു, ഇല്ല പ്രീതി, ക്ഷമ ചോദിക്കേണ്ടത് ഞാനാണ്. സ്വന്തം സഹോദരിയായ നിനക്ക് രഘുവിനോട് ഇഷ്ടമുണ്ടായിരുന്നിട്ടും അതൊന്നും മനസ്സിലാക്കാതെ ഞാൻ ഈ വിവാഹത്തിന് ഒരുങ്ങി. പക്ഷേ എന്നിരുന്നാലും ഇപ്പൊ കാര്യങ്ങളെല്ലാം ശരിയായില്ലേ? നിന്റെ നെറ്റിയിൽ രക്തത്താലുള്ള സിന്ദൂരം ചാർത്തിയ പുരുഷൻ തന്നെ ഇന്നിതാ നിന്റെ കഴുത്തിൽ താലി കെട്ടിയിരിക്കുന്നു. നിനക്കിപ്പോ സന്തോഷായില്ലേ? എനിക്ക് അത് കണ്ടാ മതി. അന്നേരം പ്രീതി പറഞ്ഞു, പ്രാർത്ഥന, നീ ഒന്നും മറന്നു. മറ്റുള്ളവരുടെ മുന്നിൽ രഘു സാർ വിവാഹം കഴിച്ചിരിക്കുന്നത് പ്രാർത്ഥനയാണ്, അല്ലാതെ പ്രീതി എന്ന എന്നെ അല്ല. ഞാനിനി എന്താണ് ചെയ്യുക? എറണാകുളത്തുള്ള എന്റെ വീട്ടിലേക്ക് ഞാൻ എങ്ങനെ തിരികെ മടങ്ങും? വിവാഹം കഴിഞ്ഞ് പെണ്ണ് ജീവിക്കേണ്ടത് അവളുടെ ഭർത്താവിന്റെ വീട്ടിലാണ്. ഞാനിനി എന്താണ് പ്രാർത്ഥന ചെയ്യുക? പ്രീതി ഇത്രയും പറഞ്ഞപ്പോൾ പ്രാർത്ഥന പ്രീതിയെ കെട്ടിപ്പിടിച്ചു. പേടിക്കണ്ട പ്രീതി, എല്ലാത്തിനും ഞാനൊരു വഴി കണ്ടിട്ടുണ്ട്. നീ ഇപ്പോ നിന്റെ ഭാവി ജീവിതത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുക. ഇനി കുറച്ച് ദിവസങ്ങൾ കൂടി കഴിയുമ്പോൾ നമ്മൾ രണ്ടുപേരും ഇരട്ട സഹോദരികളായി ഗുജറാൾ വീടിന്റെ മക്കളായി ഈ വീട്ടിൽ തന്നെ താമസിക്കും. ഇത് ഈ സഹോദരി നിനക്ക് തരുന്ന വാക്കാണ്. അന്നേരം പ്രീതി പ്രാർത്ഥനയോട് ചോദിച്ചു, പ്രാർത്ഥന, എനിക്കിങ്ങനെ ഒരാളോട് ഒരു ഇഷ്ടമുണ്ടായിരുന്നിട്ട് ഞാൻ ഇന്നാണ് അത് നിന്നോട് പറയുന്നത്. അതുപോലെ നിനക്കാരോടെങ്കിലും ഇഷ്ടമുണ്ടോ? അന്നേരം പ്രാർത്ഥന തന്റെ മനസ്സിൽ അങ്ങനെയൊന്നുമില്ല എങ്കിൽ കൂടിയും രുദ്രനെ ഫ്ലൈറ്റിൽ വെച്ച് ആദ്യമായി കണ്ടുമുട്ടിയതും പിന്നീട് അമ്പലത്തിൽ വെച്ച് കണ്ടുമുട്ടിയപ്പോൾ രുദ്രൻ തന്നെ ചേർത്ത് പിടിച്ചതും എല്ലാം ഒരു നിമിഷം മനസ്സിലോർത്തു. പെട്ടെന്നാണ് സുവർണയുടെ മകനാണ് രുദ്രൻ എന്ന കാര്യം പ്രാർത്ഥനയ്ക്ക് ഓർമ്മ വന്നത്. ശേഷം അവൾ പ്രീതിയോടായി പറഞ്ഞു, അതെ പ്രീതി, അങ്ങനെ ഒരാൾ ഉണ്ടായിരുന്നു. കണ്ട മാത്രയിൽ തന്നെ മനസ്സ് കീഴടക്കും പോലെയുള്ള ഒരു പുരുഷൻ. പക്ഷെ ഇന്ന് ആ നായകൻ വില്ലനായി മാറിയിരിക്കുന്നു. ഇത്രയും പറഞ്ഞ് പ്രാർത്ഥന അവളുടെ കണ്ണുനീർ തുടച്ചുകൊണ്ട് പ്രീതിയെ കെട്ടിപ്പിടിച്ചു. ശേഷം പ്രാർത്ഥന മനസ്സിൽ മന്ത്രിച്ചു, മിസ്റ്റർ ഋഷഭ്, മിസ്റ്റർ രുദ്രൻ റായ്ചന്ദ്, നിങ്ങളെ രണ്ടുപേരെയും കാത്തിരിക്കുന്നത് മരണമാണ്, ക്രൂരമായ മരണം. കാത്തിരുന്നോ നിങ്ങൾ? ഈ മത്സ്യനാഗിനി പ്രതികാരം വീട്ടാതെ അടങ്ങില്ല. രുദ്ര, എന്തോ സംഭവിക്കുന്നുണ്ട്. വാ നമുക്ക് പുറത്തേക്ക് പോകാം. ഈശ്വര, നമ്മുടെ ഓഫീസ്. ഋഷിയേട്ടൻ ഓഫീസിനകത്തായിരിക്കും ഉണ്ടായിരിക്കുക. എന്റെ മത്സ്യശക്തി ഉപയോഗിച്ച് ഒരു ശേഷ മത്സ്യകനികയായി മാറാൻ പോവുകയാണ്. സർവശ്രേഷ്ഠ ശേഷ മത്സ്യകനിക. ഞാൻ ഇവിടെ നിന്ന് പോവുകയാണ്. എനിക്ക് ഇവരോട് പ്രതികാരം ചെയ്യാൻ കഴിയില്ല.